പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷൻ പ്രതിയെന്ന് കണ്ടെത്തൽ. ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് പ്രതി ആവശ്യപ്പെട്ടത് 15 കോടി രൂപ. പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സ്വാലിഹ് ചേരുകയാണ്. സാലിഹ്, നിർണായകമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പടം വെച്ച് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു അപകീർത്തിപരമായ പോസ്റ്റ് കാണുന്നത്. അതിനുശേഷം വലിയ തോതിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കെതിരെയുള്ള ഒരു ആരോപണമാക്കി വലതുപക്ഷ സൈബർ ഹാൻഡിലുകളൊക്കെ മാറ്റിയിരുന്നു. വലിയ വിമർശനം അതിൻ്റെ പേരിൽ ഉയർന്നു വന്നിരുന്നു. രാത്രി തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതി കാപ്പ കേസിലൊക്കെ പ്രതിയായ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സൈബർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് തായ്വാനിൽ നിന്നുള്ള ഒരു VPN ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു ID നിർമ്മിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം കേരളത്തിൽ നിന്ന് തന്നെയാണ്, പെരിന്തൽമണ്ണയിലാണ് ഇത്തരത്തിൽ ഈ പുതിയ ID ക്രിയേറ്റ് ചെയ്തത് എന്നതെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. ഈ VPN മാറ്റിയതൊക്കെ ഇത്തരത്തിലുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട നല്ല അറിവ് റോഷൻ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാൾ ഈ സംഭവത്തിന് ശേഷം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇയാൾ ഈ ഫോട്ടോകളും ഈ മോർഫ് ചെയ്ത് തയ്യാറാക്കിയ ഈ ഫോട്ടോകളും മറ്റും കാണിച്ച പണം തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. പെരിന്തൽമണ്ണയിലെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തുകയും ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 15 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ജനുവരി 31-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. ഈ പ്രതി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളയാളാണോ എന്നതിൽ ഒരു വ്യക്തത ഇപ്പോഴും ആയിട്ടില്ല. ഈ പണം തട്ടുക മാത്രമായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്തത് സ്വാഭാവികമായും അത് നേരെ UDFുമായി നേരിട്ട് മത്സരിക്കുന്നവരെയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനും സമൂഹ മാധ്യമങ്ങളിൽ LDF പ്രവർത്തകർക്കെതിരെ വലിയ അധിക്ഷേപം നടത്താനുമൊക്കെ കാരണമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിയുടെ പശ്ചാത്തലം കൂടി നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഇയാളുടെ താല്പര്യം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വരികയുള്ളൂ. പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ഇയാൾ വിദേശത്തേക്കൊന്നും കടന്നിട്ടില്ല, നാട്ടിൽ തന്നെ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഷമ്മി.